ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നലത്തെ കാലിക്കറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലെത്തി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റത് നല്ല ലേറ്റായിട്ടാണ്. അതുകൊണ്ട് പകലങ്ങനെ അധികം പരിപാടിയൊന്നും ഉണ്ടായില്ല. ഇന്ന് തന്നെ വിചാരിച്ച് നമുക്ക് ഈവനിങ് ഒരു റൈഡ് പോകാം. ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. പിന്നെന്താ പറയുക, എനിക്കറിയാം എൻ്റെ പ്രസൻറ്റേഷൻ അത്ര രസമല്ലാന്ന്. കാരണം തുടക്കമാണ്, അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും ഈ ക്യാമറ ഫേസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഈ എൻട്രോ എടുക്കുന്ന തന്നെ ഓരോ ആളുകൾ വരുമ്പോൾ ഞാനിങ്ങനെ ക്യാമറ മാറ്റും, അത് കഴിഞ്ഞ് പോകുമ്പോൾ എടുത്ത് നോക്കും, സെറ്റാവില്ല, പിന്നെ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് എടുക്കാതെ. അപ്പം അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടെയ്നർ റോഡിലാണ് കേട്ടോ. എറണാകുളത്തെ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളി തന്നെ റോഡാണ്. ആ റോഡിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ ആ രണ്ട് സൈഡിലും ഉണ്ടല്ലോ, നമുക്ക് അത്രയും ആ ഒരു ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും. ആ ഗ്രീനറിയും വാട്ടറും എല്ലാം കൂടെ വന്നിട്ട് ഒരു രക്ഷയില്ല, അത്ര ഭംഗിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ് പിഴല. നമ്മുടെ എറണാകുളത്തെ ആ ഒരു തിരക്കൊക്കെ ഒതുങ്ങി ഒന്നൊരു വൈകിട്ട് ഒന്ന് വൈബടിക്കാൻ വരണമെന്ന് തോന്നിയ ഒരു അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ? അടിപൊളി സ്ഥലം അല്ലടാ? ഏതാ? അതെ, രണ്ട് ബിയർ കൂടി ഉണ്ടെങ്കിൽ നാട്ടുകാർ പിടിച്ച് വഞ്ഞി കിട്ടുള്ളൂ. പക്ഷേ നല്ല അടിപൊളി കിടിലൻ സ്ഥലം. നമുക്ക് ആ ഒരു എന്താ പറയുക, വർക്ക് പ്രഷറൊക്കെ ഒന്ന് മാറി വൈകിട്ട് കുറച്ച് നേരം വന്ന് വൈബ് അടിച്ചിട്ടൊക്കെ പോവാം. ഞങ്ങളുടെ എറണാകുളത്ത് ഒരു 10 കിലോമീറ്റർ അത്രയില്ല, 10 കിലോമീറ്റർ തയ്ച്ചില്ല ഇവിടോട്ട് വരാൻ. നല്ല സ്ഥലമാണ്. വരാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്, ഇഷ്ടംപോലെ റീലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. വരാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ വരിക. ഓക്കെ, ഇനിയത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി വ്ളോഗിനകത്ത് കാണിക്കാൻ പോകുന്നത് എറണാകുളത്തെ ചുറ്റിപ്പറ്റി നമുക്കൊരു ഈവനിങ് വൈബ് അടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം, അങ്ങനത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. പിന്നെ ഫുഡിനെ കുറിച്ചൊന്നും നമുക്കങ്ങനെ ആധികാരികമായിട്ട് പറയാനറിയില്ല. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അവർക്ക് കച്ചവടം കിട്ടിയില്ലെങ്കിലും ഉള്ള കച്ചവടം പോകാൻ പാടില്ലല്ലോ. എത്രയോ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ അത് മാത്രം കാണിക്കും. അല്ലാണ്ട് നമ്മളതിനെ ഓവറായിട്ട് എടുത്ത് അവർക്കൊരു മോശം വരുന്ന രീതിയിലുള്ളതൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ഫുഡാണെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്തിട്ട് പോകുന്ന പോലെ. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വരും പോകുന്ന വീഡിയോകളിൽ ഇനി കാണാൻ പോകുന്നത്. അപ്പം ഇവിടുന്ന് തിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവാം. അല്ല, എറണാകുളത്ത് തന്നെയാണ്, ടൗണിലേക്ക് പോവാണ്.
അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ റൂമിലെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഒരുപാട് ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ചമ്മലായിരുന്നു ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ. അപ്പം ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒരു വ്ളോഗറാകാൻ ആഗ്രഹിച്ച ഒരു ഇൻട്രോവേർട്ടിൻ്റെ ലൈഫ്. ആഹാ, ആളുകളുടെ മുന്നിൽ വെച്ച് ക്യാമറ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മളിന്ന് ഡേ 2 ആണല്ലോ, നോക്കാം പോകെ പോകെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.